PUBG गेम के PUBG साहब PUBG पर बना रहे थे आप लोग बैन और आपको बैन कीजिए PUBG 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 ഒരു ഡ്രോപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പാമ്പായിരിക്കുന്നത്. പാമ്പുകളെ കൊണ്ട് തോറ്റി. ഇത് ആളല്ലേ പോകുന്നത്? അതെ ആള് തന്നെ. Hi guys, welcome back to my channel. This is Sabri Jobi here. You're watching Tugmalu. Hope you guys are safe and doing good. So, friends, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും ഡയലോഗ് ഒരുമിച്ച് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു പെട്ടെന്ന് തളർന്നി. അതെ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം ഐ ആം ബാക്ക് ഓൺ മൈ യൂട്യൂബ് ചാനൽ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ എക്സാം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് യൂട്യൂബിലേക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് യൂട്യൂബൊക്കെ ഒന്ന് പൊടിയേറ്റി എടുക്കുന്നത്. സോ ഒരുപാട് ഞാൻ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ പബ്ജിയെ പറ്റിയാണ്. വിൽ പബ്ജി ബി ബാൻഡ് ഇൻ ഇന്ത്യ ഓർ നോട്ട്? നോ പ്ലീസ് ഡോണ്ട്. ബിക്കോസ് ഞാനും പബ്ജി കളിക്കുന്ന ഒരാളാണ്. അത്ര പ്രോ എന്നല്ലെങ്കിൽ അത്യാവശ്യം കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ പബ്ജി പോലത്തെ ഒരു ഗെയിമൊക്കെ ബാൻ ചെയ്താൽ നമുക്ക് നല്ല വിഷമമാവും. ബട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഇത് ബാൻ ചെയ്യുന്നതെന്ന്. ചിലവർക്കതറിയാം, ചിലവർക്കതറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. സോ ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു മാച്ച് കളിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാരണം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഒരു മാച്ച് കളിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ നേരെ മാച്ചിലേക്ക് പോവാം. ഓക്കെ. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ എന്തായാലും ഫുൾ ഇടുന്നില്ല. കാരണം ഈ ഗെയിമിൻ്റെ വീഡിയോ ഫുൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആദ്യം ഒരു 59 ചൈനീസ് ആപ്സ് ലിസ്റ്റ് ഉണ്ടാക്കി അത് ബാൻ ചെയ്തു. ഓക്കെ, ഇൻക്ലൂഡിങ് ടിക്ടോക്ക്, അറിയാമായിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു 275 ആപ്സും കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ പബ്ജി ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ പബ്ജി ഉൾപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാൻ ആവുമെന്നല്ല, അതിനകത്ത് ലിസ്റ്റ് ഇത് ഞാനല്ലേ? ഇതെന്തും മറിമായും. എന്തൊക്കെ കാണണം. ഓക്കെ, അങ്ങനെ ലിസ്റ്റ് ചെയ്ത ആപ്സിൽ നമ്മുടെ പബ്ജി ഉൾപ്പെട്ടിട്ടുണ്ട്. ബാൻ ചെയ്യാനുള്ള ആപ്സ് അല്ല, ചൈനീസ് ആപ്സ് ആയതുകൊണ്ട് ലിസ്റ്റ് ചെയ്തതിൽ നമ്മുടെ പബ്ജി ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. സോ ആക്ച്വലി പബ്ജി കൊറിയനാണ്, പക്ഷേ നമ്മുടെ പബ്ജി മൊബൈൽ വെർഷൻ നമ്മുടെ ചൈനയുടെ ഇതിലാണ്. കാരണം ടെൻസൻ ഗെയിംസ് ചൈനീസാണ്. ഓക്കെ, അപ്പോൾ അവരുടെ അണ്ടറിലാണ് നമ്മുടെ പബ്ജി മൊബൈൽ ആപ്പ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ ലിസ്റ്റ് ചെയ്ത ആപ്പുകളിൽ പബ്ജി ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഗവൺമെൻറ്റിനും അങ്ങനെ വെറുതെ, ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല ഏത് സ്ഥലത്താണെങ്കിലും ആരോ വരുന്നുണ്ട് ഗൈസ്, ഒരു മിനിറ്റ്. ഏഞ്ചലോ 690. ഓക്കെ, അതൊരു ബോട്ടാണ്. ഓക്കെ, സോ അങ്ങനെ ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് മാത്രമല്ല ഏതൊരു ഗവൺമെൻറ് ആയിക്കോട്ടെ, അവർക്ക് അങ്ങനെ വെറുതെ ഒരു ആപ്പ് അങ്ങനെ ചുമ്മാ നിരോധിക്കാൻ പറ്റത്തില്ല. അപ്പം അവർക്ക് നിരോധിക്കണമെങ്കിൽ അവർ വ്യക്തമായ പ്രൂഫ് വേണം. അതായത് ഏത് ആപ്പാണോ നിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ആപ്പ്, അതായത് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുക, ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ സുരക്ഷയെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരെല്ലാവരും ബോട്ടാണല്ലോ അത്. എനിക്ക് വരുന്നെല്ലാം ബോട്ടാണല്ലോ. ഓക്കെ. സോ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡാറ്റ ചോർത്താൻ പറ്റിയ ഒരു ആപ്പാണ് എന്ന് ഗവൺമെൻറ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിരോധിക്കാം. അല്ലെങ്കിൽ ഗവൺമെൻറ് നിരോധിക്കണമെന്ന് തീരുമാനിച്ചെങ്കിൽ അവർ ഒന്നെങ്കിൽ ആ കോർപ്പറേഷൻ, ഇപ്പോൾ ടെൻസെൻ്റ് അല്ലേ നമ്മുടെ പബ്ജിക്ക്, ടെൻസെൻ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ഗെയിമാണ് നിരോധിക്കാൻ പോകുന്നത്, ഏത് ആപ്പാണ് നിരോധിക്കാൻ പോകുന്നത്, അവരുടെ കോർപ്പറേഷൻ അയച്ചു കൊടുക്കുക, ഒരു നോട്ടീസ് അയക്കും. അതായത് അവരുടെ ഡാറ്റ ചോർത്താൻ പറ്റില്ല, അങ്ങനെയുള്ള ആപ്പാണെന്ന് അത് ബോട്ടാണ്. സോ അപ്പോൾ അങ്ങനെ ആ കോർപ്പറേഷൻ പ്രൂവ് ചെയ്യുകയാണ്. അതായത് അവരുടെ ആപ്പ് വഴി അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കില്ല, അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് അവർ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് നിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കാര്യങ്ങൾ. ഒന്നെങ്കിൽ ഗവൺമെൻറ് പ്രൂവ് ചെയ്യുക ആ ആപ്പ് ചോർത്താൻ പറ്റുന്ന ആപ്പാണ് ഗവൺമെൻറ് പ്രൂവ് ചെയ്ത് അവർക്ക് നിരോധിക്കാം. അല്ലെങ്കിൽ കമ്പനി പ്രൂവ് ചെയ്യുകയാണ് ഇങ്ങനെ ആപ്പ് വഴി ഡാറ്റ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ആപ്പ് അല്ല എന്ന് കമ്പനി വിത്ത് എവിഡൻസ് ഓർ പ്രൂഫ് വെച്ച് കാണിക്കുകയാണെങ്കിൽ അത് നിരോധിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം, ടിക്ടോക്ക് എങ്ങനെയാണ് ഡാറ്റ ചോർത്തുന്നത്? എവിടെയോ കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ടിക്ടോക്ക് എന്തിനാണ് നിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടിക്ടോക്കിനകത്ത് ഡാറ്റ ചോർത്താനുള്ളൊരു സംവിധാനമുണ്ട്. അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും, അത് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ,
അത് ഇതിനു മുമ്പ് അത് ബാൻ ചെയ്തതിന് മുമ്പ് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ടിക്ടോക്ക് ഇങ്ങനെ ഡാറ്റ ചോർത്താൻ പറ്റുമെന്നൊക്കെ. അതുകൊണ്ടൊക്കെയാണ് ടിക്ടോക്ക് ബാൻ ചെയ്തത്. ബട്ട് പബ്ജിയുടെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പബ്ജിക്ക് അത്ര അവനെ കണ്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, പബ്ജിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഡീറ്റെയിൽസ് ചോർത്താൻ പറ്റിയ ഒരു സംവിധാനമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറ്റിയൊരു ആപ്പല്ല. ഇനിയിപ്പോൾ അഥവാ ആണെങ്കിൽ തന്നെ അതിപ്പോൾ ചൈനീസ് ആപ്പായതുകൊണ്ടാണ് നിരോധിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ നിരോധിച്ചാൽ തന്നെ ആരും പേടിക്കണ്ട. മാക്സിമം 1-2 ആഴ്ച കൊണ്ട് ടെൻസെന്റിൽ നിന്നുള്ള ലൈസൻസ് അവരങ്ങ് ക്യാൻസൽ ചെയ്ത് വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കും. ബ്ലൂ ഹോള് ടെൻസെന്റിൽ നിന്ന് തിരിച്ച് ലൈസൻസ് മേടിച്ച് വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കും. അങ്ങനെ വീണ്ടും അത് പ്ലേ സ്റ്റോറിൽ വരുന്നതായിരിക്കും. അപ്പം പിന്നെ പബ്ജി നിരന്തരമായിട്ടങ്ങ് പോകുന്ന ആരും പേടിക്കണ്ട. അഥവാ പോയാൽ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് സ്ഥിരമായിട്ട് പബ്ജി പോവില്ല. അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോൾ അടി കേൾക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് അടി കേൾക്കുന്നുണ്ട്. എവിടെയാണെന്നൊരു പിടിയില്ല. സ്ട്രെയിറ്റ് അവിടെ കുറേ നിൽക്കുന്നിടത്തെ എന്നാ രസം ചാവി. ഓക്കെ, അപ്പം ഓക്കെ. പക്ഷേ ഇന്ത്യ ഒരു സ്ഥലത്ത് ബാൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഇവൻ എവിടെയാണ്? ഇവൻ ആരെയും അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എവിടെയാണെന്നൊരു പിടിയില്ല. ആ ഒരു ഭാഗത്തേക്ക് ഇവൻ നോക്കി അടിച്ചു. നോക്കട്ടെ, അവൻ എവിടെ എത്തും പിടിയില്ല. എന്തായാലും കുറച്ച് ഡ്രിങ്ക് അടിച്ചേക്കാം. അധികം പേരില്ല, 5 പേരുടെ ഉള്ളൂ, 4 പേരുടെ ഉള്ളൂ ബാക്കി. ഓക്കെ, സോ ഇന്ത്യയിൽ നമ്മുടെ ഗുജറാത്തിൽ പബ്ജി ബാൻഡാണ്. ഇന്ത്യയിൽ ഗുജറാത്തിൽ മാത്രമേ ബാൻഡുള്ളൂ ഇപ്പോൾ നിലവിൽ. ഓക്കെ, പിന്നെ 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 കൺട്രീസ് രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇറാഖ്, നേപ്പാൾ, ജോർഡൻ അവിടെയൊക്കെ ബാൻഡാണ്. പബ്ജി ഓൾറെഡി ബാൻഡാണ്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ പാകിസ്ഥാനിൽ ടെമ്പററി ആയിട്ട് പബ്ജി ബാൻ ചെയ്തു. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂണിൽ, നമ്മുടെ ഈ കഴിഞ്ഞ മാസം ജൂൺ 26-ാം തീയതി ഒരു 16 വയസ്സുകാരൻ സൂയിസൈഡ് ചെയ്തു. അത് റീസെൻറ്റ് പബ്ജി ആണെന്നും പറഞ്ഞാണ് അവിടെ ടെമ്പററിലി ബാൻഡ്. അത് ഇനി നിരന്തരമാക്കുന്ന സ്ഥിരമാക്കുമെന്ന് അറിയില്ല. ടെമ്പററിലി ബാൻഡാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ. അപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റിൽ ഗുജറാത്തിലും ബാക്കി കൺട്രീസിൽ ജോർദൻ, നേപ്പാൾ, ഇറാഖ്, അത് ടെമ്പററിലി പാകിസ്ഥാൻ. ഇന്ത്യൻ കൺട്രീസ് ഉണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇത്രേ ഉള്ളൂ. മോളിൽ അടി വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ബാക്കിയുള്ള 4 എണ്ണം അവിടെ തന്നെ ആയിരിക്കണം മിക്കവാറും. ഓക്കെ, സോ ഗൈസ്, എൻ്റെ അറിവിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി. അപ്പം ജസ്റ്റ് പബ്ജി പോകുമെന്ന് കരുതിയിരിക്കുന്നവരൊക്കെ അറിയാൻ വേണ്ടിയാണ്. പബ്ജി പോവില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ പോയാൽ തന്നെ തിരിച്ചു വരും, അത്ര ഒക്കെ ഉള്ളൂ. അല്ലാതെ നമ്മളതിനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കുക. ഇവിടെ ഒരുത്തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങോട്ട് ഒരുത്തനുണ്ട്. എന്തേ ഇപ്പോൾ സോൺ മാറി. ഞാനവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ സോണിലോട്ട് ഓടിയാലോ? അതാണ് നല്ലത്. സോണിലേക്ക് ഓടാം അല്ലേ? സോണിലേക്ക് ഓടാം. ആക്ച്വലി ഞാനൊരു മൂവി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഹൊറർ പോലത്തെ ഒരു മൂവി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് പെട്ടെന്ന് പബ്ജിയുടെ ഇത് വന്നത്. എന്നാൽ പിന്നെ വിചാരിച്ചു പബ്ജിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് മൂവി റിവ്യൂ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു മൂവി റിവ്യൂ ആയിരിക്കും ഞാൻ മിക്കവാറും ചെയ്യുന്നത്, ഉറപ്പില്ല. എന്നാലും ഒരു ഡ്രോപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ പാമ്പായിരിക്കുന്നത്. പാമ്പുകളെ കൊണ്ട് തോറ്റ്. ഇത് ആളല്ലേ പോകുന്നത്? അതെ ആള് തന്നെ. ഇപ്പൊ എന്താ ഉണ്ടായേ? രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. സോ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ വീഡിയോയിൽ. എനിക്കറിയുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ അതൊക്കെ പറയാനൊന്നും സമയം ഉണ്ടാവില്ല. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിർത്തിയത്. അപ്പോൾ പബ്ജി ബാൻ ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അഥവാ ഇനി പബ്ജി നമ്മുടെ ഡാറ്റ ചോർത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരൊപ്പം നിൽക്കും? നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ഇപ്പം രാജ്യസുരക്ഷയാണോ പബ്ജിയാണോ പ്രധാനം?
അതിപ്പോൾ വാറ്റാണോ സ്കോച്ചാണോ എന്നല്ലെന്ന് ചോദിച്ചോണ്ടല്ലോ. ബട്ട് അറ്റ് ദി എൻഡ് ഞാൻ രാജ്യത്തിനും ബന്ധം നിൽക്കും. കാരണം നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ മണ്ണ്, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നമുക്ക് ഗെയിമിനേക്കാളും വലുത്. പക്ഷെ എന്നാലും നമ്മളെ ഏമാത്തിട്ടാകമ്മ. സോ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. സോ ഈ സാധനം മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ലല്ലോ അല്ലേ? ഓ അതെ. സോ ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ വിൽ സീ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി ചില പ്രേക്ഷകർ പബ്ജി നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചതുപോലെ ഇല്ല. സൈനികർക്ക്, അതാണ് ബ്രേക്കിംഗ് ന്യൂസായി എഴുതി കാണിക്കുന്നുണ്ട്, സൈനികർക്ക്, ജോലി ചെയ്യുന്ന സൈനികർക്ക് അവരുടെ ഫോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക്, പബ്ജി പോലെയുള്ള ആപ്ലിക്കേഷനുകൾ നീക്കാനാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അതല്ലാതെ നമ്മളെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്കല്ല. ഇനിയും ധൈര്യമായി പബ്ജി കളിക്കാം. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്. ഇപ്പം എല്ലാവരും ഹാപ്പി ആയല്ലോ അല്ലേ? ഓക്കെ, പിന്നെ ഇത് വെക്കാല. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബെല്ലൈക്കൺ മുഖ്യ മക്കളെ. ബൈ.